നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് സാദിഖ് എന്ന നടനെയാണ്. സാദിഖ് ഏട്ടനെ കണ്ടിട്ടില്ലാത്തവരുണ്ടാവില്ല. കാരണം ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം മലയാള സിനിമയിൽ ഇപ്പം ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സിനിമ ഏതാളായിരിക്കും അല്ലേ സാദിഖ് ഏട്ടാ? അതെ അതെ അതെ, താങ്ക് യു വെരി മച്ച്. അല്ലേ, ശരിക്കും ഉണ്ട്. ഇപ്പോൾ അമ്പളിച്ചേട്ടനുണ്ട്, പിന്നെ അതുപോലെ പല ആൾക്കാരും ആക്റ്റീവ് അല്ലല്ലോ, ഇപ്പോഴും ആക്റ്റീവ് അല്ലേ. 550ഓളം സിനിമകൾ എൻ്റെ കണക്കൂട്ടലുണ്ട്. കാരണം അഭിനയത്തിൻ്റെ 25-ാം വർഷം ആഘോഷിച്ചപ്പം 500 സിനിമയായിരുന്നു. അതിനുശേഷം ഏതാണ്ട് 10 വർഷത്തോളമായപ്പോൾ എന്തായാലും ഒരു 550 സിനിമകൾ അഭിനയിച്ചാണ്. 37 വർഷം നീണ്ട സിനിമ ജീവിതമാണ്. അങ്ങനെ പക്ഷേ ഭയങ്കര മടിയാണ് ഇൻ്റർവ്യൂവിൻ്റെ കാര്യത്തിൽ. ഞാൻ കുറച്ച് ദിവസമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ വരുന്ന കാര്യം ചിന്തിക്കുക വേണ്ടതെന്ന് ആദ്യം പറഞ്ഞു. ഞാനാണ് എന്നും രാവിലെയാണ് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്നത്. അവസാനം എന്നാൽ വൈകുന്നേരം എങ്കിൽ വൈകുന്നേരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ സാദിഖേട്ടനെ പിടിച്ചിവിടെ നിർത്തിയിരിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. കാരണം 3-4 ഇൻ്റർവ്യൂ മാത്രമേ ഒരു ഇൻ്റർനെറ്റൊക്കെ നോക്കിയാൽ പോലും കാണാനുള്ളൂ. പക്ഷേ ഇത്രയധികം സിനിമകളും സിനിമ അനുഭവങ്ങളുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാനുണ്ട്. എങ്കിലും തുടക്കം എപ്പോഴും നമ്മൾ വാഹനത്തിൽ നിന്നായിരിക്കും. ഇപ്പോൾ ഇവിടെ നമ്മളെ കാണാൻ വേണ്ടി വന്നിരിക്കുന്ന XUV 500ലാണ്. എത്ര കാലം എടുത്തിട്ട്? ഇതിപ്പോൾ ഒരു 4 വർഷമായി. അത്രേ ഉള്ളൂ. ഓട്ടോമാറ്റിക്കാണ്. ഓട്ടോമാറ്റിക്കാണ്, ടോപ്പ് എൻഡ് വണ്ടിയാണ്. 4 വർഷം എന്ന് പറഞ്ഞാൽ എടുത്തതിന് ശേഷം പിന്നെ കോവിഡ് വന്നു. ഒരു കൊല്ലം തീരെ ഉപയോഗിക്കാൻ പറ്റിയില്ലല്ലോ. എനിക്ക് വളരെ കംഫർട്ടായിട്ടുള്ളൊരു വണ്ടിയാണ്. ശരി. ആരാ ഇതിൻ്റെ ഉപദേശകൻ എന്ന് പ്രത്യേകിച്ച് പറയാനില്ല. ശരിക്കും ഇതിൻ്റെ മറ്റേ നമ്മുടെ പോത്തൻസിൽ നിന്നാണ് എടുത്തപ്പോൾ അവർ വൈൻഡപ്പ് ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമാക്കാരെപ്പോഴും വണ്ടി യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും എന്താ പറയുക സേഫ്റ്റി ഉള്ള വണ്ടി എടുക്കുക. ഇതിന് 7 എയർ ബാഗ് ഉണ്ട്, പിന്നെ അത് നല്ല ബോഡി വെയിറ്റ് ആണ്. അപ്പോൾ അതാണ് ഞാൻ പ്രിഫർ ചെയ്യണത്. നിങ്ങൾ ഇഷ്ടം തീർത്താണ് അനുഭവം. അപ്പോൾ അങ്ങനെ പറഞ്ഞോട് കൂടിയിട്ട് ഞാൻ പിന്നെ എന്നാൽ ശരി ഇതിലേക്ക് പോകാൻ വിചാരിച്ചു. അപ്പോൾ ഏതിൽ നിന്നാണ് ഇതിലേക്ക് എത്തിയത്? എൻ്റെ കയ്യിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത് ക്രിസ്റ്റ കൊടുത്തിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ശരി. അപ്പോൾ സ്വയം ഡ്രൈവിംഗ് ആണോ അധികം? സെൽഫ് ഡ്രൈവിംഗ് ആണ് കൂടുതലും. ഇപ്പോൾ ലോങ് ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷൂട്ടിങ്ങിന് പർപ്പസൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഡ്രൈവറെ കൊണ്ടുപോകും. അപ്പോൾ ഇതൊരു ഡ്രൈവേഴ്സ് വെഹിക്കിളാണ്. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഡ്രൈവർക്ക് വളരെ കംഫർട്ടായിട്ടുള്ള ഒരു വെഹിക്കിളാണത്. ക്രിസ്റ്റയുടെ കാര്യത്തിൽ സെക്കൻഡ് റോയിൽ ഇരിക്കുന്ന ആൾക്കാണ് അതിൻ്റെ ഒരു അതിൻ്റെ കാര്യത്തിൽ ഡ്രൈവേഴ്സ് വെഹിക്കിളാണ്. അപ്പോൾ 4 വർഷമായിട്ട് വളരെ ഹാപ്പിയാണ്. സഹായിച്ച് വേറെ വർഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എങ്കിലും ഇതിപ്പോൾ നിന്നു. അതിനുശേഷം 700 ഒക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു മാറ്റം ഉടനെ എങ്ങാനും ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ സത്യത്തിൽ 3 വർഷം കൂടുമ്പോൾ വണ്ടി മാറ്റുന്ന ഒരു സൂക്കറുള്ള ആളാണ്. ഈ വണ്ടി എടുത്തതിന് ശേഷം ഞാൻ മാറ്റാൻ തോന്നിയിട്ടില്ല. ശരി. മെയിൻ്റെനൻസ് ഒക്കെ എങ്ങനെയുണ്ട്? മെയിൻ്റെനൻസ് നമുക്ക് റീസണബിൾ ആണ്. പിന്നെ അധികം അങ്ങനെ പണി വരാറുമില്ല. പിന്നെ ഞാൻ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് നോക്കുന്ന ഒരാളാണ്. എൻ്റെ പേരിൽ എനിക്കാണെന്നുണ്ടെങ്കിൽ വണ്ടി എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം ചിന്തിക്കുന്നത്. അതിൽ യാതൊരു കോംപ്രമൈസ് ചെയ്യാറില്ല. ശരി. പിന്നെ 2 പെൺമക്കളായതുകൊണ്ട് തന്നെ വണ്ടിയുടെ കാര്യത്തിൽ അഭിപ്രായക്കാർ കുറവായിരിക്കും അല്ലേ വീട്ടിൽ? അല്ലേ? അതെ അതെ. അവർ പിന്നെ അവർക്ക് വേണ്ട വെഹിക്കിള് അവരേതാന്ന് ചൂസ് ചെയ്യും, അത്രേ ഉള്ളൂ. എന്തായാലും ഈ പറഞ്ഞ ഒരു ഓട്ടോമൊബൈൽ ഫ്രീക്കൊന്നും അല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഈ ഓട്ടോമൊബൈൽ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ ചോദിച്ചിട്ടും കാര്യമില്ല. എങ്കിലും ഞാൻ വിചാരിച്ചത് ഉപദേശകൻ എന്ന് പറയുമ്പോൾ സിനിമയിലുള്ള ആരെങ്കിലും ആയിരിക്കും ഉപദേശം. അതല്ല, അപ്പോൾ പോർട്ടൽസിൽ നിന്ന് തന്നെയായിരുന്നു ഉപദേശം. അപ്പോൾ ഈ സാദിഖേട്ടൻ സിനിമയിലേക്ക് വന്ന വഴിയൊക്കെ രസകരമാണ്. ഈ പറഞ്ഞ പോലെ ഒരു പണ്ട് കാലത്ത് സിനിമയുടെ ഒരു പരസ്യം പത്രത്തിൽ കാണുകയും അതിലേക്ക് അപേക്ഷിക്കുകയും ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് സിനിമയിലേക്ക് വരികയൊക്കെ ചെയ്ത മനുഷ്യനാണ്. അത് ഇൻ്റർവ്യൂ ചെയ്ത ആളാണ്? ശ്രീരാമൻ അല്ലേ? അതെ, അതും ഭീകരന്മാരുടെ ഒരു കൂട്ടമായിരുന്നു അത്. ഉപ്പ് പവിത്രൻ അല്ലേ, ശ്രീരാമേട്ടൻ തുടങ്ങിയ കുഞ്ഞമ്മദ്, കെആർ മോനേട്ടൻ, പിന്നെ ആ സമയത്ത് ചിന്തരവി, പിന്നെ എന്താ പറയാ TV ചന്ദ്രൻ, ഇവരൊക്കെ ഈ ഗ്യാങ്ങിലുണ്ട്. ആ ഒരു ബുദ്ധിജീവികളുടെ ഒരു പുലിമടയിലാണ് ഞാൻ ഒരു ആടായി ചെന്ന് വീണത്. അല്ല, അപ്പൊ ശ്രീരാമേട്ടൻ ഇന്റർവ്യൂ എന്താ കാര്യം? അന്ന് ഡയറക്ടർ പവിയേട്ടനാണെന്നുണ്ടെങ്കിൽ പാരീസിൽ വരികയായിരുന്നു. ചേച്ചിക്ക് ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു, ക്ഷമേച്ചി. അപ്പോൾ അവരുടെ കൂടെ പോയതാണ്. പ്രൊഡ്യൂസർ ആണെങ്കിൽ സ്ഥലത്തുണ്ടായിരുന്നില്ല. പുള്ളിയുടെ റബ്ബർ എസ്റ്റേറ്റിലോ തോട്ടത്തിലെന്തോ പോയിരിക്കുക. അപ്പോഴാണ് ശ്രീരാമേട്ടനെ അവിടെ ആ സ്ഥാനത്ത് എവിടെ വെച്ചത് നടന്ന സംഭവം? ഇത് മറ്റേ പ്രൊഡ്യൂസർ അഡ്വക്കേറ്റ് KM റഹീം പുള്ളിയുടെ വീട്ടിൽ വെച്ചു. എന്തായിരുന്നു, എന്താ അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞത്? ഒന്നുമില്ല, ഭയങ്കര രസമാണ്. കാരണം അവിടെ ആകെ ഒരു 3-4 പേരുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2 പേര് വന്ന് പോയി. ഇപ്പോൾ ഞാൻ ചെന്നപ്പോൾ എൻ്റെ കൂടെ വേറൊരാളും കൂടി ഉണ്ട്. പുള്ളിയുടെ റെപ്രസെൻറ്റേറ്റീവാണ്. അപ്പോൾ പുള്ളിയെ ആദ്യം വിളിച്ചു. വിളിച്ചപ്പോൾ പുള്ളി എന്താ വെച്ചാൽ കുറച്ച് സ്റ്റൈലിഷായിട്ട് ഹൈഫൈ ഇംഗ്ലീഷൊക്കെ സംസാരിച്ച് ഒന്ന് ശ്രീരാമേണ്ണനെ ഞെട്ടിക്കാന്ന് പറഞ്ഞു. ശ്രീരാമേണ്ണൻ ആദ്യം കേട്ടോടുകൂടി കലിപ്പായി. ശ്രീരാമേണ്ണൻ മലയാളം പറയാറെന്ന് ചോദിച്ചു. അത് പറഞ്ഞ് ഓക്കെ സാർ പറയാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു, ആ സമയത്ത് സാഹിത്യമൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു സെൻറ്റൻസ് എഴുതി കൊടുത്തു. ഇതൊന്ന് പറയാൻ പറഞ്ഞു. പുള്ളി അവിടെ നിന്ന് അപ്പോൾ ഇറക്കാൻ തുടങ്ങി. ഇതൊക്കെ അതിന് ശേഷം ശ്രീരാമേട്ടനോട് പറഞ്ഞു മതിയേട്ടാ. അപ്പോൾ പുള്ളി പറഞ്ഞു, മോനെ തിക്കും തിരക്കും ബഹളമൊന്നും വേണ്ട, പോയി നന്നായി പഠിച്ച് വന്ന് പറഞ്ഞാൽ മതി. പുറത്തൊരു പയ്യൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്, പുള്ളിയുടെ നിങ്ങൾ വരാൻ പറഞ്ഞു.
അപ്പോൾ എന്നെ വിളിച്ചു. എന്നെ വിളിപ്പിച്ച് ഞാൻ ചെന്നു. എന്താണ് സിനിമയിലൊക്കെ അഭിനയിക്കാൻ? ഒന്നുമില്ല, നാടകത്തിലൊക്കെ അഭിനയിച്ചുള്ള ചില പരിചയങ്ങളൊക്കെയാണ്. ഈ ഡയലോഗൊക്കെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ട്രൈ ചെയ്യാം, കോൺഫിഡൻസ് ഉണ്ട്. നാടകത്തിലൊക്കെ കുറേ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ അമേച്ചർ നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. 1 വർഷം പ്രൊഫഷണലിൽ പോയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ പുറത്തിറങ്ങി വന്നപ്പോൾ മറ്റേ കക്ഷിയില്ലേ റപ്പ്, ആളെ കാണാനല്ല, അയാൾ പോയി. മനസ്സിലായി, പേപ്പറടക്കം പോയി. ശരി. പക്ഷേ എഞ്ചിനീയർ ആണ് അല്ലേ? ബേസിക്കലി സിവിൽ എഞ്ചിനീയർ ആണ്. സിവിൽ ഡിപ്ലോമ. അപ്പം ഞാൻ ഈ 1-2 ഇന്റർവ്യൂലൊക്കെ കേട്ടത് അമ്മ വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു, പിന്നെ അമ്മയുടെ സഹോദരിയാണ് വളർത്തിയതെന്നൊക്കെ പറഞ്ഞു. അമ്മയുടെ അമ്മയാണ് വളർത്തിയത്. അപ്പം വീട്ടിൽ ഈ പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗിന് വിട്ടതിന് ശേഷം സിനിമയിലേക്ക് പോകുമ്പോഴത്തേക്കും ആരും എതിരഭിപ്രായമൊന്നുമില്ല, പ്രത്യേകിച്ച് ഒരു മുസ്ലിം ഫാമിലി ആകുമ്പോൾ അതൊക്കെ ഉണ്ടാകണ്ടല്ലേ? പക്ഷേ അതിൽ വേറെ സംഭവം, എൻ്റെ അങ്കിൾ അമ്മാവൻ അത്യാവശ്യം നാടകം എഴുതി. പുള്ളി നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എനിക്കൊരു ആ സമയത്ത് ആ നാടകത്തിൻ്റെ ഡയലോഗ്സ് മുഴുവൻ എഴുതി കൊടുത്തിരുന്നു ഞാൻ. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് ഫുൾ ഡയലോഗ്സ് എഴുതി കൊടുത്തിരുന്നു ഞാൻ. എല്ലാവരുടെയും പോർഷൻസ്, എല്ലാ ആർട്ടിസ്റ്റുകളും പോർഷൻസ് നമ്മൾ എഴുതണം. അപ്പോൾ അതിൽ മിക്കവാറും ആർട്ടിസ്റ്റുകൾ എഴുതി എനിക്ക് ബൈഹാർട്ടായി. അപ്പോൾ എന്നോട് പ്രോമിറ്റ് ചെയ്തിരിക്കാൻ പറഞ്ഞു. അപ്പോൾ നാടക റിഹേഴ്സൽ സമയത്ത് പ്രോമിറ്റ് ചെയ്തിരുന്നു ഞാൻ. അങ്ങനെ അതിലേക്ക് ഒരു ഇത് കിട്ടി. അപ്പം ഈ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞ് ജോലി ചെയ്യുന്നതിന് ഇടയ്ക്കായിരുന്നു ഈ നാടകാഭിനയം? അല്ലല്ല, അതിന് മുമ്പായിരുന്നു. അപ്പോൾ ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ജോലിയിൽ ശ്രദ്ധിക്കാനേ ജോലി കിട്ടാന്ന് പറഞ്ഞ ജോലി ഞാൻ മറ്റേ സിവിൽ കഴിഞ്ഞതിന് ശേഷം ഒരു ഫീൽഡ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് 1 വർഷം ചാവക്കാട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു. ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഉപ്പിൻ്റെ ഇൻ്റർവ്യൂ വരുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂവിൽ അവർ എന്നെ വിളിച്ച് കൺഫേം ചെയ്തപ്പോൾ അത് ഏകദേശം തീരുമാനമായി. അത് വിട്ടു. അത് മാത്രമല്ല, പിന്നെ ഞാൻ സ്വന്തമായിട്ട് കൺസ്ട്രക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴും പിന്നെ ഇതിൻ്റെ പുറകിൽ അതിൻ്റെ പേരിൽ അതും തൽക്കാലം അതിൻ്റെ പേര് പിന്നെ സജീവമായിട്ട് ഇതിലേക്കാണ്. ഈ ഉപ്പിൻ്റെ എന്തായിരുന്നു അതിൻ്റെ പരസ്യത്തിൽ കണ്ടിരുന്നത്? പരസ്യത്തിലല്ല ശരിക്കും, അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ മാനേജർ ഉണ്ട്. പുള്ളി എൻ്റെ ഒരു കസിൻ ബ്രദർ, കുറച്ച് പ്രായമുള്ളതാണ്, പുള്ളി മരിച്ചുപോയി, റഷീദ് എന്ന് പറഞ്ഞിട്ട്. പുള്ളിയോട് പറഞ്ഞത് ഇങ്ങനെ പുതുമുഖം പിള്ളേരെ വല്ല ഉണ്ടെങ്കിൽ പറയാൻ പറ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പടത്തിൽ ആവശ്യമുള്ളതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് കഴിഞ്ഞൊരു ഫോട്ടോ തരാൻ പറഞ്ഞു. അത് വേറെ കോമഡിയാണ്, അതറിയാവുന്ന കാര്യമാണോ? ഇല്ല. അപ്പോൾ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് എൻ്റെ ഒരു ഫോട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, മീശയൊന്നുമില്ല, ഒരു അമിതാഭ് ബച്ചൻ റഹ്മാൻ സ്റ്റൈലുള്ള ഫോട്ടോ. അത് കൊടുത്തയച്ചപ്പോൾ അവർ അതേ സ്പീഡിൽ വലിച്ചെറിഞ്ഞു. ഇതൊന്നും വേണ്ടത് ഒരു പളം കേൾക്കണ പോലെ നമുക്കൊരു നാടൻ കഥാപാത്രത്തിൻ്റെ പേര്, ഒരു നാടൻ കഥാപാത്രമാണ് സലീം എന്നൊരു ക്യാരക്ടർ, അയാളെ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പുള്ളിയോട് പറഞ്ഞു, ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഇപ്പം ഞാനേ ഇപ്പോഴത്തെ എൻ്റെ അപ്പിയറൻസിൽ പോയി ഒരു ഫോട്ടോ എടുത്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നേരെ ഉടനെ തന്നെ സ്റ്റുഡിയോ പോയി എടുത്ത് ഫോട്ടോ എടുത്ത് അവിടെ കൊണ്ട് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഈ പുള്ളിയോട് വരാൻ പറയും. ഇത് രണ്ടും ഒരാളായതൊന്ന് പിന്നീട് അവർക്ക് മനസ്സിലായത്. അപ്പോൾ ഉപ്പിന്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? അയ്യോ, നമ്മൾ ആദ്യത്തെ പടമാണ്, ഭീകരന്മാരാണ്, ടെൻഷൻ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും വളരെ ഫ്രീ ആയിരുന്നു. അവിടെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. നമ്മൾ ശരിക്കും ഒരു എക്സ്കർഷൻ പോണ പോലെ ഷൂട്ടിംഗ് സമയത്ത് എല്ലാവരും ഒരുമിച്ച് പോവാ. ഇന്നയാൾക്ക് വർക്കുണ്ടോ ഇല്ല അത് വിഷയമല്ല, നേരെ എല്ലാവരും ലൊക്കേഷൻ വരാം. അപ്പം അതും ചെറിയ കൂടുതൽ ഫ്രണ്ട്ലി ആവാൻ പറ്റും. അപ്പോൾ പിന്നെ നമ്മുടെ വർക്ക് വരുമ്പോഴും നമ്മൾ ഫ്രണ്ട്ലി ആയി എന്നുള്ളത്. പിന്നെ പവിയേട്ടനാണെങ്കിൽ അസാധ്യമായിട്ട് കളിയാക്കി കൊല വിളിക്കുന്ന ആളാണ്. ചൂടായിട്ടൊന്നുമില്ല, ചിരിച്ചുകൊണ്ട് നമ്മൾ തേജോവധം ചെയ്യും. പക്ഷെ ദൈവാധീനം കൊണ്ട് എനിക്ക് അങ്ങനെ വലിയ പരിക്കൊന്നും പറ്റിയിട്ടില്ല. ആദ്യത്തെ ഷോട്ട് ഓർമ്മയുണ്ടോ? പിന്നെ എന്തായിരുന്നു അത് ഞാൻ നമ്മുടെ വസ്തുക്കൾ ഒരുപാടുണ്ട്, പറമ്പ്, തെങ്ങും പറമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇയാളാണെങ്കിൽ എപ്പോൾ നോക്കിയാലും വെള്ളവടിയും സെറ്റപ്പൊക്കെ ആയിട്ട് മദറിൻ്റെ സെക്കൻഡ് മാരേജിൽ ഉണ്ടായിരുന്ന ഒരു മകനാണ്. അപ്പോൾ അയാൾക്ക് തീരെ കഥകൾ കേട്ടിട്ട് ഭയങ്കര വിഷമവും പ്രശ്നങ്ങളൊക്കെ ഫ്രസ്ട്രേറ്റഡാണ്. അപ്പോൾ പുള്ളി എപ്പോഴും വെള്ളവടിയും സെറ്റപ്പ് വെക്കണം. അപ്പം പൈസ ഇല്ലാണ്ട് പുള്ളിയോട്, കാരണം തേങ്ങ വാങ്ങിക്കുന്ന ആളുണ്ട്, അപ്പോൾ അയാളോട് പോയിട്ട് പൈസ ചോദിക്കുന്നതാണ് ആദ്യത്തെ ഷോട്ട്. ഇപ്പോഴും പൈസ ചോദിച്ചുകൊണ്ടിരിക്കുക. പുള്ളിയോടല്ലെന്നേ ഉള്ളൂ പൈസ. അതെ അതെ, എന്നാലും മോശമില്ല, 550 സിനിമയിലൊക്കെ അഭിനയിച്ചപ്പോൾ പൈസ കിട്ടിയിട്ടുണ്ട്, കുഴപ്പമില്ലാതെ എന്തായാലും പോകുന്നുണ്ടല്ലോ. കുഴപ്പമില്ല. അപ്പോൾ അത് ആ സിനിമ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിലൊക്കെ എല്ലാവരും കണ്ടോ? എന്തായിരുന്നു? എല്ലാവരും കണ്ടു. എല്ലാവർക്കും ഭയങ്കര ഫുൾ ലെങ്ത് റോളായിരുന്നോ? സെക്കൻഡ് ഹാഫിലാണ് ഫുൾ വരുന്നത്. ഈ കഥാപാത്രം വരുന്നത് സെക്കൻഡ് ഹാഫിൽ ത്രൂ ഔട്ട് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് ജോലിക്ക് പോയോ? അതോ ഇല്ല, പിന്നെ ഇതിന്റെ പറയില്ല. പിന്നെ ഈ പടത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് എന്നെ അവർ വിട്ടില്ല.
എഡിറ്റിംഗ് ഡബിങ് ഒക്കെ കൊണ്ടുപോയി കൂടെ. ശരി. പിന്നെ ഡബിങ് ഒക്കെ അന്ന് ആ പടത്തിൽ ഞാൻ തന്നെ എൻ്റെ വോയിസ് കൊടുത്തിട്ട് ഞാൻ തന്നെ ഡബ് ചെയ്തു. അപ്പോൾ പുള്ളി പറഞ്ഞു നീ എൻ്റെ കൂടെ നിൽക്കുന്ന ലൈനിലായി. ശരി. എനിക്ക് തോന്നുന്നു ശ്രീരാമേട്ടനൊക്കെ അന്ന് ഈ പറഞ്ഞ പോലെ ഇതുപോലെ മൊത്തത്തിലാണ് ഒരു സിനിമയായിട്ട് സഹകരിക്കുന്നത് അല്ലേ? അതെ അതെ. അങ്ങനെ അങ്ങ് ചെല്ലുകയാണ് ഒരുമിച്ച് എന്ന് എല്ലാവരും. ചിത്രാഞ്ജലിയിൽ അവിടെ അട്ടിപ്പേറി കിടക്കണ പോലെ ആയിരുന്നു. ഉപ്പ് സത്യാഗ്രഹമൊക്കെ നടത്തിയ സമയത്ത് ഞങ്ങളുണ്ടായിരുന്നു അവിടെ. നമ്മളാണ് ഉപ്പ് സത്യാഗ്രഹം നടത്തിയത്. അത് ഭയങ്കര രസമായിരുന്നു. അയ്യോ. അപ്പോൾ ആ കാലം കഴിഞ്ഞിട്ട് പിന്നെ എത്ര കാലം കഴിഞ്ഞിട്ട് അടുത്ത സിനിമ വന്നത്? പിന്നെ കുറച്ച് ഗ്യാപ്പ് വന്നു. ഈ പടം റിലീസാവാൻ കുറച്ച് ടൈം എടുത്തു. പിന്നെ അറിയാലോ ഒരു ഓഫ് ബീറ്റ് സിനിമയാണ്, അന്നത്തെ ന്യൂജൻ സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് പടം ഗംഭീര അഭിപ്രായമാണ്. അപ്പം ഫാസിൽ സാറും പത്മനാഭൻ സാറൊക്കെ കണ്ടിട്ട് ഗംഭീരമായിട്ട് അന്ന് എന്താണ് ഫാസിൽ സാറിൻ്റെ എന്നൊന്നും കണ്ടിട്ടെൻ്റെ വർക്ക് അടക്കാണ് അവിടെ. പിന്നെ പത്മനാഭൻ സാറിൻ്റെ കരിയിലെ കാറ്റ് പോലെ അതിൻ്റെയൊക്കെ വർക്ക് അടക്കില്ല, വർക്ക് അടക്കുന്ന സമയമാണ്. അവിടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കാണും. ഗംഭീര സിനിമയാണ്. അപ്പോൾ അന്ന് സാധിക്കേണ്ട അഭിനയം കണ്ടിട്ട് ഇവരാരെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്തോ? അവർ മറ്റേ കണ്ടിട്ട് പറഞ്ഞു ചെയ്തിട്ടുണ്ടെന്നുള്ള നമുക്ക് ഒന്ന് പറഞ്ഞു. ഈ പത്മനാഭൻ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ടോ? പറ്റിയില്ല. അവർ വലിയ ലോസാണ്. ശരി. പക്ഷേ വേറൊരു കാര്യം, വളരെ പ്രമുഖനായ മറ്റൊരാളുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അത് സാധിക്കേണ്ട ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം അത് ബൈജു എന്നാരാണ്. ഓർമ്മയുണ്ടോ ബൈജു എന്നാരോട് അഭിനയിച്ച്? കണ്ടോ? ഇല്ല. മമ്മൂക്ക, മോഹൻലാൽ, ബൈജു എന്നാർ ഇങ്ങനെ കുറേ പേര് അഭിനയിച്ചിട്ടുണ്ട്. അതായത് ഞാൻ തന്നെ സ്ക്രിപ്റ്റ് എഴുതിയ ഒരു സീരിയൽ ഉണ്ടായിരുന്നു, നാനാന്ന് അതിൻ്റെ പേര്. ഉണ്ടോ? ഓർമ്മയുണ്ട്. അത് എമിലി സോളയുടെ നാനാന്ന് ആ ഒരു ബഹുമതി ഉണ്ട്, മറന്നുപോയി. അപ്പോൾ അന്ന് ബീന ആൻ്റണിയും സാധിക്കേട്ടനും കൂടി ഒരുമിച്ച് കല്യാണം കഴിക്കുന്ന ഒരു പള്ളിയിലെ സീനിൽ നിങ്ങളുടെ അടുത്ത് ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന ജേർണലിസ്റ്റ് ആയിട്ട് ഞാൻ തന്നെ അഭിനയിക്കുണ്ടായി. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഒതുക്കി. നിങ്ങളെ കണ്ട ഞാനല്ല, ഞാനല്ലേ. ഞാൻ പിന്നെ അവരെ മുന്നോട്ട് പോയില്ല, നമുക്കത് ഭീഷണി ആണ്ടാന്ന് വെച്ചാൽ ഞാൻ പിന്നെ ആ സിനിമ ഒഴിവാക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് കാലം വീണ്ടും കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്കൊക്കെ പോയി അല്ലേ? അത് കുറച്ച് ആൾ പിന്നെ ട്രാവൽ ഏജൻസി സ്റ്റാർട്ട് ചെയ്തു. കാരണം നമുക്ക് ഒരു എന്താ പറയുക ഒരു ഇൻകം ഇല്ലെങ്കിൽ ഇതിൽ സിനിമയിൽ പിടിച്ചൊക്കെ പറ്റില്ല എന്ന് മനസ്സിലായി. അങ്ങനെ യാത്രകളുണ്ട്. അന്നൊന്നും പിന്നെ അഭിനയിക്കുന്ന വലിയ കാര്യമുള്ള കാശൊന്നും കിട്ടില്ല. അപ്പോൾ സ്വന്തമായ റിസ്ക് എടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സൈഡ് ഇൻകം വേണം. അപ്പം അങ്ങനെയാണ് ഇപ്പം കൺസ്ട്രക്ഷൻ എന്തായാലും നടക്കില്ല എന്ന് മനസ്സിലായി. ട്രാവൽ ഏജൻസി സ്റ്റാർട്ട് ചെയ്തു. അപ്പം പിന്നെ നമ്മളില്ലെങ്കിലും സംഭവം നടന്നു പോകും. പക്ഷേ സജീവമായപ്പോൾ അതും ക്ലോസ് ചെയ്തു. അപ്പം ഈ പറഞ്ഞ ജീവിതത്തിൽ ഈ തുടക്കത്തിലെ 1-2 വർഷം കഴിഞ്ഞാൽ പിന്നെ പൂർണ്ണമായിട്ട് സിനിമ തന്നെയാണ്. പിന്നെ അവിടെ എന്തായിരുന്നു ആരിഫ ഹസൻക പ്രൊഡ്യൂസ് ചെയ്ത സാമ്രാജ്യം എന്ന് പറഞ്ഞ പടത്തിൽ കുറച്ച് ഉള്ളൂ. പക്ഷെ അത് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര അപ്രിസിയേഷൻ കിട്ടിയതാണ്. പിന്നെ ആ പടം ഹിറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോയി ചാൻസ് ചോദിക്കായിരുന്നു. എങ്ങനെയായിരുന്നു അത്? ഹസൻകയുടെ മകൻ അസ്കറായിട്ട് ഞാൻ ചെറിയൊരു അടുപ്പുണ്ടായിരുന്നു ഇതിനു മുമ്പേ. ആ സമയത്ത് ഞാനിങ്ങനെ അഭിനയിച്ചിട്ടുള്ള ആളാണെന്നൊക്കെ പുള്ളിക്ക് അവർക്ക് അറിയാവുന്നതുകൊണ്ട് പിന്നെ അവരെന്നെ നമ്മളത് പണം നടക്കുന്നില്ല, എല്ലാവരും വേഷം തരാമെന്നുള്ളത് ഉറപ്പിച്ചു. അതിന് മുമ്പ് ഞാൻ കണി കാണുന്നതിനൊന്നും സിനിമ ചെയ്തത് അത് 2 ഒരേ വർഷമായിരുന്നു. കണി കാണുന്നത് അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ മെയിൻ സ്ട്രീമിലേക്ക് സാമ്രാജ്യത്തോടു കൂടി കടക്കുകയായിരുന്നു. പക്ഷേ പിന്നെ തിരിച്ച് അങ്ങനെ കാര്യമായ രീതിയിൽ ഈ ഓഫ് ബീറ്റ് സിനിമയിലേക്ക് പോയിട്ടില്ലല്ലേ അധികം? പിന്നെ ഓഫ് ബീറ്റ് സിനിമയിൽ ഞാൻ മറ്റേ ചന്ദ്രേട്ടൻ്റെ ഇത് ചെയ്തിരുന്നു, ആലിസിൻ്റെ അന്വേഷണം ചെയ്തിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ ടി വി ചന്ദ്രൻ്റെ സിനിമകൾ ഓഫ് ബീറ്റ് ആയിട്ട് അങ്ങനെ കണക്കാക്കാൻ പറ്റില്ല. കാരണം അല്ലേ, ശരിക്കും നല്ല രസികൻ മെയിൻ സ്ട്രീം സിനിമകളാണ്. അത് പിന്നെ ആ താടി കാണുമ്പോൾ നമ്മൾ ഓഫ് ബീറ്റ് ആണെന്ന് തോന്നുന്നു. ഈ ഭീകരന്മാരെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പൂർണ്ണമായും ഇടതുപക്ഷ സഹയാത്രികരാണല്ലോ. ഇപ്പം ഞാൻ എൻ്റെ പുസ്തകത്തിൽ ഞാൻ എൻ്റെ പുസ്തകത്തിലെ ഇടതുപക്ഷത്തെ കളിയാക്കി ഒരു സാധനം എഴുതി ശ്രീരാമേട്ടൻ എന്നെ വിളിച്ച് ചീത്തയൊക്കെ പറഞ്ഞാൽ നീ അതൊന്നും എഴുതരുത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എങ്ങനെ പിടിച്ചു വന്നു ഇവരുടെ ഇടയ്ക്ക്? ഇടതുപക്ഷ ചായ്വ് ഉണ്ടായിരുന്നോ കാലത്ത്? ഇടതുപക്ഷ ചായ്വ് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു ചായ്വിൻ്റെ ആളായിട്ട് നിന്നില്ലെങ്കിൽ പോലും പക്ഷേ ഇവർ പറയുന്ന കാര്യങ്ങളും ഇവർ ആത്യന്തികമായി സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ഒരു കാണിയായിട്ട് നിൽക്കാന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് അതിനകത്ത് വലിയ റോളൊന്നുമില്ല. ഞാൻ അവർ പറയണത് കേൾക്കാം, അവർ പറയണത് ഞാൻ ഗ്രാസ്പ് ചെയ്തെടുക്കുക. പിന്നെ അവർ കൗണ്ടർ അടിക്കുമ്പോൾ അതൊക്കെ നമ്മൾ ഫീഡ് ചെയ്ത് വെച്ച് പിന്നെ തിരിച്ച് കൗണ്ടർ അടിക്കാൻ തുടങ്ങിയിട്ട് പ്രാക്ടീസ് വരുന്നല്ലേ അതൊക്കെ. അപ്പോൾ ഈ സാമ്രാജ്യം കഴിഞ്ഞതിന് ശേഷം പിന്നെ തുടർച്ചയായിട്ട് സിനിമകൾ കിട്ടിയത് ഏത് കാലത്ത്? പിന്നെ മിമിക്സ് പരേഡ് മുതൽ പിന്നെ സിനിമകളായിരുന്നു. അപ്പോൾ ഈ സിനിമയിലേക്ക് വരുമ്പോൾ എന്തായിരുന്നു ശരിക്കും സാധിക്കേണ്ട ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നായകനാകുക എന്നായിരുന്നു? അതോ സിനിമയിൽ എവിടെയെങ്കിലുമൊക്കെ നിന്ന് പോയാൽ മതി എന്നായിരുന്നു? എന്തായിരുന്നു നായകനാകുക എന്നുള്ള സങ്കല്പമൊന്നും അന്നേ ഉണ്ടായിരുന്നില്ല. പക്ഷേ മറ്റേ ആദ്യത്തെ പടത്തിൽ നായകതുല്യമായ കഥാപാത്രമാണ്. അപ്പോൾ പിന്നെ അപ്പം പവേണ്ണ എന്നോട് പറഞ്ഞു, എന്നാ നിനക്ക് സിനിമയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ ഈ വല്ലപ്പോഴും സിനിമ എടുക്കുന്ന അല്ലെങ്കിൽ ഈ ഓഫ് ബീറ്റ് സിനിമ പുറത്തുള്ള സംഭവം ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പോപ്പുലർ ആവില്ല, ഈ കമേഴ്ഷ്യൽ സിനിമയിലേക്ക് കടക്കും എന്ന് പുള്ളിയാണ് അഡ്വൈസ് ചെയ്തത്.
അപ്പോൾ ഞാൻ സത്യത്തിൽ നമ്മുടെ ആഗ്രഹത്തിന് സിനിമ ചെയ്യുക എന്നുള്ള അതല്ല എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, നടനാകുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വർക്ക് ചെയ്തിരുന്നു. പല സ്ഥലങ്ങളും പോവുകയും അപ്പോൾ ഈ പെട്ടിക്കെടുത്തിട്ട് വാടായസ് എല്ലാ ഷൂട്ടിങ് എവിടെയുണ്ടോ അവിടെ പോയി ആൾക്കാരെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പല സന്ദർഭങ്ങളിലൊക്കെ വന്നിട്ടാണ് ഈ ഒരു ലെവലിലേക്ക് എത്തിയത്. പക്ഷേ എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ലെവലിലേക്കൊന്നും പോകേണ്ടി വന്നില്ല. അതൊന്നും പോകേണ്ടി വന്നില്ല. എപ്പോഴും ഒരു തരക്കേടില്ലാത്തൊരു വേഷത്തിൽ തന്നെ കൂടുകയായിരുന്നു. അവിടെ മറ്റേ എന്താ പറയുക, ഏകലവ്യൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കാം. രഞ്ജി പണിക്കർ ഷാജി കൈലാസ് ടീമിനെ ഞാൻ പരിചയപ്പെടുന്നത് സ്ഥലത്തെ പ്രധാന പയ്യൻസ് എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പം അതിൽ ചെറിയൊരു വേഷം സംഭവം. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവരായിട്ട് കൂടുതൽ അടുപ്പായി. അപ്പോൾ അവരെന്തെങ്കിലും ഒരു ത്രൂ ഔട്ട് വേഷം തരാമെങ്കിൽ ഏകലവ്യൻ്റെ എന്നെ പിടിച്ച് ത്രൂ ഔട്ട് വേഷം മറ്റേ വില്ലന്മാരുടെ കൂടെ ഒരു ഗുണ്ട എന്നുള്ള സംഭവം. ഓക്കെ, സന്തോഷം, ത്രൂ ഔട്ടല്ലേ. അത് കഴിഞ്ഞ് ആ പടം കഴിഞ്ഞ് രണ്ടാമതൊരു മാഫിയ എന്ന് പറഞ്ഞ പടത്തിന് എന്നെ വിളിച്ചു. അപ്പം ഞാനവിടെ ശുദ്ധമതളം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു ഷൂട്ട് എന്നോട് പറഞ്ഞു നിൽക്കുന്നുണ്ട്, ഇവരുടെ തന്നെ ആരിപ്പക്കാരുടെ തന്നെ. അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഇതും ചെറിയൊരു പ്രശ്നമുണ്ട്. കൂടാതെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഓട്ടം തന്നെ ഓട്ടം, തല്ലുള്ള ഓടുക സംഭവമായപ്പോൾ ഞാൻ പതുക്കെ ഞാൻ പറഞ്ഞു അത് വേണ്ടപ്പെട്ട ടീമിൻ്റെ സിനിമയാണ്, അതുകൊണ്ട് പോകാതിരിക്കാൻ പറ്റില്ല, പ്ലീസ് അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് എസ്കേപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് ഏകലവ്യൻ്റെ ഫംഗ്ഷൻ കാലിക്കറ്റ് അടക്കുമ്പോൾ ആ പടത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ പിന്നെ അതിലുണ്ടായിരുന്ന മൊത്തം അസിസ്റ്റൻസ്, പ്രൊഡക്ഷൻ എല്ലാവരും എന്നോട് പറയും, നീ ഷാജി കൈലാസിനെയും രഞ്ജി പണിക്കരെയും വെറുപ്പിച്ചിട്ട് പോയതല്ലേ, ഒന്ന് വെറുപ്പിക്കേ, ആ ഗുണ്ടാവേഷം എന്ന് പറഞ്ഞിട്ട് വലിയ നീ മുങ്ങിയെന്ന് അവർ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നയുടെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നിട്ട്. അപ്പോൾ രഞ്ജി പണിക്കരെ ചോദിച്ചിടാ നീ ഗുണ്ടാവേഷം ചെയ്തുകൊണ്ടാണോ നീ അത് മറ്റേ മാഫിയ വിട്ടിട്ട് പോയത്? ഞാൻ ചേട്ടാ അങ്ങനെയല്ല, ഇങ്ങനെ സംഭവം. കേട്ടു എന്ന് പറഞ്ഞിട്ട് വിട്ടു. അതിന് ഒരു കാര്യം, നീ ഗുണ്ട ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടാണ് കമ്മീഷണറിൽ പോലീസ് വേഷം, പിന്നെ പോലീസ് വേഷം തന്നെ. അപ്പം ഞാൻ രഞ്ജനോട് അതേപോലെ പറഞ്ഞു, രഞ്ജേട്ടാ ഐശ്വര്യമുള്ള കയ്യാട്ടോ, ആ തൊപ്പി എടുത്ത് വെച്ച് തന്നു, പിന്നെ ഫുൾ പോലീസ്. അതിൽ നിന്നൊരു മാറ്റം. അങ്ങനെയാണോ? എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് പോലീസ് മാറ്റാം. കിങ്ങില് ഇബ്രാഹിം ജലാൽ എന്നുള്ള ക്യാരക്ടർ പൊളിറ്റീഷ്യൻ, പിന്നെ പൊളിറ്റീഷ്യൻ തന്നെ. ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ അതെ അതെ, കോൺഗ്രസിന്റെ പ്രചരണത്തിന് പോയിട്ട് വന്നാൽ പക്ഷെ അതാണ് സിനിമയുടെ ഒരു ഇതാണ്. നമ്മൾ ഏത് സംഭവത്തിലും ഒന്ന് ഷൈൻ ചെയ്തോ പിന്നെ അതെന്നെ ദുരിതരാ. അപ്പോൾ ഈ ഇത്രയധികം സിനിമകൾ 550 സിനിമയിൽ അഭിനയിച്ച പിന്നെ അടുത്തൊരു പരിപാടി എന്ന് പറയുന്നത് പണം സംവിധാനം ചെയ്യാന്നാണല്ലോ. അങ്ങനെ ചിന്തിച്ചായിരുന്നോ? സംവിധാനം ചെയ്യാൻ സത്യത്തിൽ എന്താ വെച്ചാൽ ഇത്രയും വർഷമൊക്കെ ചെയ്തതിൻ്റെ പുറത്ത് അതിൻ്റെ എല്ലാ മേഖലകളും അറിയാവുന്നതുകൊണ്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പറഞ്ഞില്ലേ, ഈ പറഞ്ഞ മടി എന്ന് പറഞ്ഞ സംഭവമല്ലോ, ഇന്റർവ്യൂവിന് വരാൻ മടിയാണ്, പിന്നെയാണ് സംവിധാനം. അപ്പോൾ ഞാൻ ചോദിച്ചു, എല്ലാ ദിവസവും രാവിലെ ഷൂട്ടിനൊക്കെ എഴുതേറ്റുമല്ലോ, അത് ഷൂട്ടല്ലേ, ഇത് ഇൻ്റർവ്യൂ അല്ലേ, അതുകൊണ്ടാണ് ആ ഒരു വ്യത്യാസം. പിന്നെ പറഞ്ഞത് ശരിയാണ്, കാരണം വെച്ചാൽ ഇപ്പോൾ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് എല്ലാവരും ഒരേ ചോദ്യങ്ങൾ ചോദിച്ച് ഇവരൊക്കെ മടുത്ത് കാണും അല്ലേ, മിക്കവാറും ഒരേ ചോദ്യങ്ങളും കാര്യങ്ങളും. അപ്പോൾ ഞാൻ കുറച്ച് വെറൈറ്റി ചോദിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ മലയാള സിനിമയിൽ എല്ലാവരുടെയും കൂടെ അഭിനയിച്ചു, 100% പേരുടെ കൂടെ അല്ലേ, ആരുടെയും കൂടെ ഇല്ല അഭിനയിക്കാത്തത്. പക്ഷേ ഒരു വലിയൊരു വിടവ് പോലെ തന്നെ എത്രയോ പേര് ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ വിട്ടു. ഇപ്പം നെടുമുടി വേണുചേട്ടൻ, KPS ലളിത, അങ്ങനെ പറഞ്ഞ മാമുക്കോയ, എത്രയോ പേര് ഇപ്പം പുതുതായിട്ട് അഭിനയിക്കുന്നതിൽ അധികം പുതിയ പിള്ളേരായിരിക്കും അല്ലേ. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു മിസ്സിങ് ആയിട്ട് തോന്നുന്നുണ്ടോ, അതോ പുതിയ കുട്ടികൾ അതിനൊപ്പം പിടിക്കുന്നുണ്ടോ? അവരുടെ മിസ്സിങ് എന്ന് പറഞ്ഞാൽ മിസ്സിങ് തന്നെയാണ്, ഒരു രക്ഷയില്ലാത്ത മിസ്സിങ്. കാരണം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ തന്നെ ഒരു സെറ്റിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഭയങ്കര രസമാണ്. അന്ന് പിന്നെ ഈ കാരവനില്ല, മൊബൈലില്ല. ഇപ്പോൾ ഷോട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഓടി വന്ന് കൂടെ വന്നിരിക്കും. അപ്പം പറഞ്ഞ കഥ കണ്ടിന്യൂ ചെയ്യും എന്ന് പറഞ്ഞിട്ട് പിന്നെ ചിരിയും കളിയും വേണം. അതിൻ്റെ ഒരു ഷോട്ടിന് വിളിക്കുമ്പോൾ ദേഷ്യം വരും. അതുപോലെ തന്നെ ഇപ്പം കാരവനായി, പിന്നെ എല്ലാവരും മൊബൈലായി, ഷോട്ട് കഴിഞ്ഞാൽ എല്ലാവരും പിന്നെ അതിനൊരു ആ ഒരു കാലത്തെ ഒരു എന്താ പറയുക ബന്ധം മാത്രമല്ല, നമുക്കുണ്ടായിരുന്ന ഒരു ഹാപ്പിനെസ് സത്യത്തിൽ ഇപ്പൊ കുറഞ്ഞു, യാന്ത്രികമായ ഒരു കാര്യമായി അല്ലേ. എങ്കിൽ പോലും ഇപ്പോൾ സാങ്കേതികവിദ്യ വളരെ മാറിക്കഴിഞ്ഞു. പണ്ടൊക്കെ നിങ്ങൾ അഭിനയിച്ചു തുടങ്ങിയ സമയത്തെ പോലെ ഒന്നുമല്ല, വളരെ എളുപ്പമായി തുടങ്ങിയില്ലേ കാര്യങ്ങൾ മൊത്തത്തിൽ. അത് ശരിക്കും ഈസിനെസ് തരുന്നുണ്ടോ ഒരു അഭിനയത്തിന്? വളരെ ഫ്രാങ്കായിട്ട് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ, അന്നത്തെ കാലത്ത് ഫിലിമിനാണ് ഷൂട്ട് ചെയ്തിരുന്നത്. അതായത് ഒരു ക്യാൻ എന്ന് പറഞ്ഞാൽ 400 ഫീറ്റാണ്, അറിയാലോ. അത് ഓർവോ അല്ലെങ്കിൽ ഈസ്റ്റ്മാൻ ഇങ്ങനെയുള്ള ഫ്യൂജിയൊക്കെയാണ്. ഈസ്റ്റ്മാന് അന്ന് 400 ഫീറ്റിന് 16,000 റുപ്പീസാണ്. അപ്പം ഒരു റീടേക്ക് വന്നാൽ പ്രൊഡ്യൂസർക്ക് അത്രയും നഷ്ടം. അപ്പം അതുകൊണ്ട് എല്ലാവരും നല്ല റിഹേഴ്സൽ എടുത്തിട്ടാണ്
ഷോട്ടിന് ഇറങ്ങുള്ളൂ. കാരണം ഇതിൽ ഒരു റീടേക്ക് വരാൻ പറ്റും. ഇന്നതില്ല, ഇന്ന് എത്ര വേണമെങ്കിലും ഷൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം നമുക്കൊരു ടേക്ക് ഓഫ് ഉണ്ടല്ലോ, ആ ടേക്ക് ഓഫിൽ കിട്ടുന്ന സാധനം പിന്നെ 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 ചടഞ്ഞു. ഇത് അവിടുന്ന് എടുക്കുക ഇവിടുന്ന് എടുക്കുക കുറേ എടുക്കുമ്പോൾ എന്തോ ആർക്കോ വേണ്ടി ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് മാറും. നമുക്ക് ഒരു കണ്ടിന്യൂറ്റിയുടെ ഒരു അതെ അതെ, അതൊരു നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു ഇത് കിട്ടില്ല. ചിലപ്പോൾ സെക്കൻഡിലായിരിക്കും കിട്ടുക, ചിലപ്പോൾ തേർഡിൽ കിട്ടായിരിക്കും. പക്ഷേ എന്നാലും നമുക്ക് ആ പിന്നെ ഒരു സംഭവം നമ്മൾ ചെയ്ത് വെച്ചിട്ട് പിന്നെ അത് ഈ സൈഡിൽ നിന്ന് എടുക്കുന്ന പറയുമ്പോൾ പിന്നെ ചടഞ്ഞു പോകും. അപ്പോൾ നമുക്കെന്താ പറയുക, ആ ഒരു ഈസിനെസ് പോകുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഷാജി കൈലാസ് എന്നൊക്കെ പറയുന്ന കിഡിലൻ ഫിലിം മേക്കറാണ്. അങ്ങനെയൊക്കെ ഉള്ളവരോടൊക്കെ അഭിനയിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ പുതിയ കുട്ടികളെ പറ്റി എന്താ പറയണ്ടത്? അവരുടെ ഒരു സർഗാത്മകതയെ പറ്റി എന്താ തോന്നുന്നത്? ക്രിയേറ്റിവിറ്റി. അവർ ഒരുപാട് കഴിവുള്ള ആൾക്കാരാണ്, 100%. കാരണം അവരിപ്പോൾ മുമ്പ് ഈ പറഞ്ഞ പോലെ നാടകങ്ങൾ അഭിനയിച്ചോ അല്ലെങ്കിൽ ഒന്നുമില്ല, അവർ സിനിമ കണ്ടും സിനിമയെ ഒബ്സർവ് ചെയ്തിട്ടും വന്ന് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുന്നവരാണ്. പലരും അസോസിയേറ്റ് ഒന്നും ആകാതെ വളരെ ഡയറക്റ്റായിട്ട് കയറി വരിക. പിന്നെ ഒന്നും അറിയാത്ത ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ വന്ന് 100 ദിവസം 150 ദിവസം ഓടുന്ന സിനിമ ഡയറക്റ്റ്. അത് അവർക്ക് അതിൻ്റെ ഡെഡിക്കേഷൻസ് ഇഷ്ടം നന്നായിട്ടുണ്ട്. അതവർ ശരിക്കും പ്രൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുറ്റമൊന്നും പറയാനും പറ്റില്ല. ഇപ്പൊ ഏറ്റവും പുതിയ സിനിമ അന്വേഷിപ്പിൻ കണ്ടെത്തുന്ന എന്ന് പറയുന്ന സിനിമയിലൊക്കെ ഗംഭീരമായ വേഷം ചെയ്തല്ലോ. അപ്പോൾ ഈ പുതിയ തലമുറയായിട്ട് അങ്ങനെ ആ രീതിയിൽ അഭിനയിച്ചു തുടങ്ങിയപ്പോൾ എന്തായിരുന്നു ഒരു തോന്നൽ ഉണ്ടായത്? എത്രത്തോളം നമുക്ക് അവരോടൊപ്പം പിടിക്കാൻ പറ്റും എന്നുള്ളൊരു അത് നമ്മളിപ്പോൾ ഒരു നടനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒപ്പം പിടിക്കുന്നത് വൃത്തിയുള്ളൂ. കാരണം വേറെ ഒന്നുമില്ല. കാരണം അല്ല, അവർ അതുപോലെ തന്നെയായിരുന്നു, നമുക്ക് കംഫർട്ട് തന്നിരുന്നു. അതിനകത്തിപ്പം ഈ അന്വേഷിപ്പും കണ്ടെത്തും ചെയ്യുന്ന സമയത്ത് ഡാർവിൻ പറഞ്ഞ് ചേട്ടന് കംഫർട്ടായിട്ടുള്ള രീതിയിൽ ചെയ്തോ. അത് അതിന് നമുക്ക് ടൈം എടുക്കുക എന്താന്ന് വിഷയമേ ഇല്ല, നമുക്ക് ഔട്ട്പുട്ട് ഗംഭീരമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓക്കെ അതിനനുസരിച്ച് നിൽക്കാം. അങ്ങനെ ഒരു ടീം വർക്കൊക്കെ വരുമ്പോൾ നമുക്ക് രസമാണ് വർക്ക് ചെയ്യാൻ. പക്ഷേ എങ്കിലും ഇത്രയും സീനിയറായിട്ടൊരു നടന് വേണ്ട ഒരു കൺസിഡറേഷൻ അവർ കൃത്യമായിട്ട് തരുന്നുണ്ട്. അവരത് മനസ്സിലാക്കുന്നുണ്ടോ? നമ്മളൊരു തീർച്ചയായിട്ടും. പക്ഷെ ചില ഈ ന്യൂജൻ ടീമുകളൊക്കെ ചെല്ലുമ്പോൾ പഴയ ആളല്ലെന്നുള്ളതാണല്ലേ, ആ ലൈനിലൊക്കെയാണ് ചിലപ്പോൾ കാണുക. പക്ഷെ ഇതെല്ലാം കാണുമ്പോൾ മനസ്സിൽ ചിരിക്കും അല്ലേ? അല്ല ഇവനും പഴയതാവുമല്ലോ കുറച്ച് കഴിയുമ്പോൾ. അപ്പൊ അവൻ റിയലൈസ് ചെയ്യാൻ അത്രേ ഉള്ളൂ. അപ്പൊ ഈ ആദ്യമായിട്ട് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ആളുടെ കൂടെ അഭിനയിച്ച സാമ്രാജ്യത്തിലായിരിക്കും അല്ലേ, മമ്മൂക്കയുടെ കൂടെ. ആ പേടിയൊക്കെ ഉണ്ടായിരുന്നു? എങ്ങനെയാണ് ഇവരൊക്കെ ഒപ്പം നിന്ന് അഭിനയിക്കാൻ പറ്റുന്നൊരു പേടി തോന്നിയിരുന്നോ? അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ പടത്തിൽ ആദ്യത്തെ ഷോട്ട് മമ്മൂക്കായിട്ട് ആയിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിൽ ഒന്ന് സിങ്കായി. പിന്നെ ലൊക്കേഷനിലൊക്കെ പോയി മമ്മൂക്കായിട്ട് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്ത് ഇങ്ങനെ പിന്നെ ആ പേടിയൊക്കെ പോയി. അതുപോലെ തുടർച്ചയായിട്ട് പിന്നെ മോഹൻലാൽ, സുരേഷ് ഗോപി, ഇങ്ങനെ എല്ലാ ടീമിന്റെ കൂടെ സ്ഥിരമായിട്ടുണ്ടായിരുന്നു. എനിക്ക് ദിലീപിന്റെ കുറെ സിനിമകളുണ്ട്. ദിലീപിന്റെ ഒരു ഇഷ്ടപ്പെട്ട സഹ നടനാണെന്ന് തോന്നുന്നു അല്ലേ? ആനത്തെ കൊട്ടാരം മുതൽ ഒരുപാട് കണ്ടിന്യൂസ് പടങ്ങൾ. ദിലീപിന്റെ വളർച്ച കൃത്യമായിട്ടും കണ്ടയാളാണ് അല്ലേ? തീർച്ചയായിട്ടും. ദിലീപിന്റെ വളർച്ച ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഡെഡിക്കേഷനും അല്ലേ, നല്ലൊരു പ്ലാനിങ്ങും ഉള്ളൊരു വളർച്ചയായിരുന്നു തോന്നുന്നത്. അപ്പൊ ദിലീപ് ഒരു എയിമുണ്ട് ദിലീപിന്. അവിടെ എത്താൻ വേണ്ടിയിട്ട് ദിലീപ് അതിനുവേണ്ടി എന്ത് ത്യാഗം ചെയ്യാൻ പുള്ളി റെഡിയാണ്. അതാണ് പുള്ളിയെ പൊസിഷനിൽ എത്തിയത്. ശരിയാണ്. പിന്നെ ഈ പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും വിസ്മരിച്ചു പോകുന്ന രീതിയിലുള്ള അഭിനയം, ഈ പറഞ്ഞ ചാന്തുപൊട്ട് പോലുള്ള സിനിമകളൊക്കെ എന്തെല്ലാം പരീക്ഷണങ്ങൾക്കാണ് നിൽക്കുന്നത്. കുഞ്ഞിക്കന് ഗംഭീര നടനാണ്. പക്ഷെ ആ ഒരു ബഹുമതി സത്യത്തിൽ അങ്ങനെ കിട്ടിയിട്ടുമില്ല അഭിനയത്തിൻ്റെ അവാർഡിൻ്റെ രൂപത്തിലൊന്നും. അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് സാധിക്കേണ്ട കാര്യത്തിലും ഈ അവാർഡുകളെന്ന് പറയുന്നത് ഒന്നിൻ്റെ ഒരു ഉരകല്ലല്ല എന്നൊക്കെ പറയാമെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു 1-2 അവാർഡുകൾ, അതും ഈ ദുബായിലും അല്ല ഖത്തറിലൊക്കെ ഉള്ള അവരുടെയൊക്കെയാണ്. അല്ലാതെ ക്രിട്ടിക്സ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് സീരിയലിനാണ്. അത് ഞാൻ അടുത്തൊന്ന് ചോദിക്കായിരുന്നു. ഈ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു രണ്ടാം തരം ഏർപ്പാടായിട്ടാണല്ലോ ഈ സീരിയലിനെ കാണുന്നത്. അങ്ങനെ കാണുന്നില്ല. തന്നെയല്ല ആ ജേസി എന്ന് പറഞ്ഞ ഗംഭീരമായ ഒരു ഡയറക്ടറുടെ ഒരു സീരിയലാണ് വന്നത്. അത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ അതിലെ ഈ പറഞ്ഞ ന്യൂജൻ ആക്ടറാണ്. കാരണം എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത് ശാന്തികൃഷ്ണൻ, ഫ്രണ്ടായിട്ട് അഭിനയിക്കുന്നത് സായികുമാർ, അച്ഛനായിട്ട് അഭിനയിക്കുന്നത് സോമേട്ടൻ, പിന്നെ മാധവൻ ചേട്ടൻ. അങ്ങനെ ഫുൾ ആൾക്കാരാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ശരിക്കും ഒരു ന്യൂജൻ ആക്ടറാണ് അവരുടെ. പക്ഷെ ആ ക്യാരക്ടറും അതും ജേസി സാറ് പറഞ്ഞ ആ ഒരു ജേസി സാർ എന്നെ കണ്ടിട്ടില്ല, അതിന് മുമ്പ് കണ്ടിട്ടില്ല. അപ്പം ചോദിച്ചു, പീറ്റർ മറ്റേ രാജു ഞാർക്കര എന്നെ കൺട്രോൾ. അപ്പം എന്നെ സജസ്റ്റ് ചെയ്തത് ശാന്തിവിള ദിനേശാണ് പറഞ്ഞു ഇങ്ങനെ ഒരു ആക്ടറുണ്ട്. ശാന്തിവിള അസോസിയേറ്റഡ് വർക്ക് ചെയ്ത ഒരു ടെലിഫിലിമിൽ ഞാൻ അഭിനയിച്ചിരുന്നു, ദുർഗ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ള പരിചയമാണ്. അപ്പോൾ ശാന്തിവിള ദിനേശ് പറഞ്ഞതിൽ ഇങ്ങനെ ഒരാളുണ്ട്, ആൾ കാണാൻ ഒരു മൈക്കിളിൻ്റെ ക്യാരക്ടറിന് ആക്റ്റാണ് എന്നൊക്കെ പറയും. എങ്ങനെ അഭിനയിക്കുമെന്ന് ചോദിച്ചു. പറഞ്ഞു കൊടുത്താൽ ചെയ്യും എന്ന് ശാന്തിവിള
നൈസായിട്ട് ഒന്ന് കറക്റ്റായിട്ട് കാര്യം പറഞ്ഞ് ഇങ്ങനെ ഊരിക്കളഞ്ഞു. എന്നാൽ പുള്ളിയോട് വരാൻ പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മദ്രാസിൽ പാടലി പുത്തളം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് ഞാൻ വൈദ്യുവിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ഓഫർ വന്നിട്ടുണ്ട്, എന്താ വേണ്ടത്, നാളെ കട സീൻ മൊത്തം തീർത്തുതരാം, അത് കളയണ്ടാട്ടാന്ന് പറഞ്ഞു. രാത്രി ഞാൻ നേരെ എറണാകുളം ക്യൂൻസ് ഹോട്ടലിലാണ് അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, കുളിച്ച് ഫ്രഷായിട്ട് നിൽക്ക്, കോസ്റ്റ്യൂം വരും, വിത്ത് കോസ്റ്റ്യൂം ജയസാറിനെ കാണാൻ പറഞ്ഞു. നേരെ ജുബ്ബ, മുണ്ട്, കയ്യിലൊരു ബ്രേസ്ലെറ്റ്, സെറ്റപ്പൊക്കെ ആയി ചെന്നു. മൈക്കിള് ആളെ അപ്പിയറൻസിൽ പെർഫെക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനമായി. അപ്പോൾ ആളും സൈഡ് ചെയ്ത് ഇനി അഭിനയിച്ചാൽ മതി. പക്ഷെ അത് ഞാനൊരു ചലഞ്ചായിട്ട് എടുത്തിട്ട്, കാരണം സോമേട്ടനൊക്കെ അന്ന് ഇങ്ങനെ കത്തി നിൽക്കുന്ന മുതലല്ലേ, സോമേട്ടൻ്റെ അടുത്തൊക്കെ ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ ഒബീഡിയൻ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു, ആടാ പിന്നെ ഞാനേ എന്നൊക്കെ പറഞ്ഞ് ഇതാക്കും. ആരും സോമേട്ടൻ ഞാനും തമ്മിലൊരു സീനുണ്ട്. ആ സീൻ കഴിഞ്ഞപ്പോൾ സോമേട്ടൻ പറഞ്ഞു, നീ കൊള്ളാടേ, നീ നന്നായി ചെയ്യുന്നുണ്ടാവും. പിന്നെ അതിന് ശേഷം സോമേട്ടൻ ഞാൻ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സായി. അത് മരണം വരെ സോമേട്ടനായിട്ട് ഭയങ്കര ഒരു അടുപ്പുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു സൗഹൃദത്തിൻ്റെ പേരിൽ മിസ് ചെയ്യുന്ന ആളാരാ മരിച്ചുപോയത്? എനിക്ക് ശരിക്കും ആദ്യം മിസ് ചെയ്തത് കൃഷ്ണനെയാണ്. കിങ്ങിലെ കൃഷ്ണ ആയിട്ട് ഭയങ്കര അടുപ്പായിരുന്നു. പിന്നെ സുബേർ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. പിന്നെ അതുപോലെ ഈ പറഞ്ഞ പോലെ വേണിച്ചേട്ടനായാലും മാമക്കായാലും ഞാൻ എല്ലാവരായിട്ടും ഇങ്ങനെ ഇന്ററാക്ട് ചെയ്ത് പോകുന്നുണ്ട്. നമുക്കത് ഭയങ്കര ഫീലാണ്. അതെ, എനിക്ക് എപ്പോഴും തോന്നുന്നൊരു കാര്യമാണ്, ഞങ്ങൾ ഒരുമിച്ചൊരു ക്ലബ്ബിൽ മെമ്പേഴ്സാണ്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് അവിടെ വെച്ച് കാണാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഉള്ള എല്ലാവരുമായിട്ട് ഭയങ്കര സൗഹൃദമാണ് അല്ലേ. ഈ 550 പടത്തിൽ അഭിനയിച്ച ആളുടെ തലക്കനമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുമെങ്കിൽ അതൊന്നുമില്ല. അന്നോട്ടെ ഞാനും ഒക്കെ കയറി കമ്പനിയായി, നമ്മളൊക്കെ ഇടിച്ചേർ കമ്പനി ആയതാണ്. എങ്കിലും എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ സംവിധായകരിൽ ഏറ്റവും അറ്റ്ലീസ്റ്റ് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഏറ്റവും കൂടുതൽ സഹായിച്ചിരിക്കുന്നത് ലാൽ ജോസ് ആണ് തോന്നുന്നല്ലേ. ലാൽ ജോസിൻ്റെ പടങ്ങൾ ഒത്തിരി നല്ല വേഷങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ലാൽ ജോസിൻ്റെ പടത്തിൽ ഞാൻ അഭിനയിച്ച വേഷങ്ങളൊക്കെ ഗംഭീര വേഷങ്ങളാണ്. പാട്ട് പാടിയതും അതിലാണ് തിരികെ ഞാൻ വരും. അത് ലാൽ ജോസിന് മറ്റേ ക്ലാസ്മേറ്റ്സ് എന്ന സിനിമ ലാൽ ജോസ് ഡയറക്റ്റ് ചെയ്യാനും ജെയിംസ് ആൽബർട്ടിനെ അങ്ങോട്ട് എത്തിക്കാനും കാരണക്കാനായി ഞാൻ. ജെയിംസ് എന്നോട് കഥ ഫസ്റ്റ് പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു, ജെയിംസ് ഇത് സീരിയൽ ചെയ്യേണ്ട, സിനിമ ചെയ്യേണ്ട കഥ, സീരിയൽ എഴുതുന്ന കാലം. അപ്പോൾ ഞാൻ പറഞ്ഞു, പുള്ളി പറഞ്ഞു എനിക്ക് സിനിമയിൽ ആരെയും പരിചയമില്ലെന്ന് പറഞ്ഞു. ഞാൻ ശരിയാക്കി തരാം, നമുക്ക് നോക്കാം, ആര് ചെയ്യുന്നു ചോദിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു, ക്യാമ്പസ് അറിയുന്ന ആളായിരിക്കണം, പക്ഷെ ക്യാമ്പസ് പടം ചെയ്യാത്ത ഒരാളായിരിക്കണം. ആരെന്ന് ചോദിച്ചു. ഇഷ്ടമുള്ള ലാൽ ജോസ്. എനിക്ക് പുള്ളിയെ അറിയില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് വരുന്നത്. ആ പടത്തിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റിയില്ല, ഞാൻ വേറെ പടത്തിൽ മാറ്റിപ്പോയി. അതിന് കോമ്പൻസേറ്റ് ചെയ്താണ് അറബിക്കഥ ഗംഭീര റോളായിരുന്നു അല്ലേ. ശരിക്കും അത്രയും വർഷം അഭിനയിച്ചെങ്കിലും ജനങ്ങൾ പെട്ടെന്ന് ഏറ്റെടുത്ത ഒരു പാട്ട്. ഇപ്പം ഗൾഫിൽ എവിടെ പോയാലും പ്രവാസികൾക്ക് നമ്മളോടുള്ള ഒരു സ്നേഹം, ഇഷ്ടം, ഈ ഒരു സംഭവം നമ്മൾ അതുപോലെ അനുഭവിച്ചാണെന്ന് അവർക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറായിരുന്നു അല്ലേ. ഇപ്പം ഏറ്റവും പുതിയ സിനിമകൾ ഏതൊക്കെ ഇനിയിപ്പോൾ ചെയ്ത വരാഹം എന്ന് പറഞ്ഞ സുരേഷ് ചേട്ടൻ ഒരു പടം ചെയ്തായിരുന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പൊന്നാരിയിൽ സാത്തി എന്ന് പറഞ്ഞ സിനിമ, അത് നടക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കുറേ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ചെറിയ സംഭവങ്ങളിലേക്ക് പോകണ്ടെന്നുള്ളത്. ഞാൻ അതോടെ ചോദിക്കാറുണ്ട് മറ്റൊരു കാര്യം, അതായത് ഇത്രയും കാലം 550 സിനിമകൾ അഭിനയിച്ചെങ്കിൽ തീർച്ചയായിട്ടും ഒരു സെലക്ഷൻ ഒന്നും സാധ്യമായിട്ടില്ല. അപ്പോൾ അന്നൊക്കെ വിളിക്കുന്ന ഏതിലും അഭിനയിക്കായിരുന്നു. അതല്ല, കാരണം ബന്ധങ്ങൾ ഇപ്പോൾ പറഞ്ഞില്ല, എല്ലാവരുടെയും കമ്പനി എന്ന് പറഞ്ഞില്ല. അങ്ങനെ ബന്ധങ്ങൾ വരുമ്പോൾ നമുക്ക് നമ്മുടെ പടത്തിന് നീ വേണം, അതിന് വേണ്ടിയിട്ടാന്ന് പറയുമ്പോൾ ചെല്ലുമ്പോൾ സംഭവമൊക്കെ ശരിയാണ്. 2 ദിവസം വർക്ക് അല്ലെങ്കിൽ 3 ദിവസത്തെ വർക്ക് ഒരു ചെറിയ ക്യാരക്ടറൊക്കെ ആയിരിക്കും. നമ്മൾ ബന്ധങ്ങൾ കളയണ്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ആ ബന്ധങ്ങൾ അങ്ങനെ തന്നെ എന്നും ആ ബന്ധം തന്നെ വലിയ ബന്ധത്തിലേക്ക് വരുന്നില്ല. ചെറിയ റോളിൽ തന്നെ അതെ, വലിയ ബന്ധം ചെറിയ റോളും. അല്ല, ഇനിയിപ്പോൾ പറഞ്ഞല്ലോ ഇനി കുറച്ച് സെലക്റ്റീവ് ആകുമെന്ന്. ഈ സെലക്ഷനിലേക്ക് എത്തുന്നത് എന്താണ് അതിൻ്റെ മനസ്സിലുള്ള അതിൻ്റെ ഒരു എന്ത് തരത്തിലുള്ള റോളുകളൊക്കെ ആയിരിക്കും? എനിക്ക് റോൾ ഇന്നത് എന്നുള്ളതല്ല, നമുക്ക് ആ പടം കണ്ടു കഴിയുന്ന ആൾക്കാരെ മനസ്സിൽ നിൽക്കണം. അത് ആ ക്യാരക്ടർ നന്നായി കിട്ടും, അല്ലെങ്കിൽ ആ ക്യാരക്ടർ ചെയ്ത ആളുകളോ അങ്ങനെ പറയുന്ന കഥാപാത്രങ്ങളാണ്. അല്ലാണ്ട് ഇപ്പോൾ എനിക്ക് വേറെ ഹീറോ ആവണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും സംഭവമൊന്നുമില്ല. പിന്നെ കൂടുതലും നമ്മൾ ഫാമിലിയോട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ക്യാരക്ടേഴ്സൊക്കെയാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം. വില്ലനായിട്ട് ഈ സുന്ദര വില്ലൻ എന്ന് പറഞ്ഞ ദേവൻ്റെ ഒക്കെ പോലെ സുന്ദര വില്ലൻ ഇമേജ് കുറേ കാലം ഉണ്ടായിരുന്നു അല്ലേ, മിക്കവാറും കുറേ സിനിമ. അപ്പോൾ ഈ സ്ത്രീ പ്രേക്ഷകർ മാറി നിന്നായിരുന്നോ കാണുമ്പോഴൊക്കെ? അവർക്ക് കാണുന്ന പോലെ ഒന്നും അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ ക്രൂരനായിട്ടില്ല, അതുകൊണ്ട് പിന്നെ പീഡന കേസിൽ പെട്ടിട്ടില്ല. അത് വലിയൊരു ശരിക്കൊരു തോൽവിയായിട്ടില്ല. ഇത്രയും കാലം അഭിനയിച്ചിട്ടൊന്നും പീഡന കേസിലൊന്നും ഇല്ല, ഒന്നുമില്ല. നീറ്റൂല് പെട്ടിട്ടില്ല, പഞ്ചാബ് കേസിൽ പെട്ടിട്ടില്ല. അതുകൊണ്ട് വലിയ പോപ്പുലർ ആയില്ല. അപ്പോൾ
അപ്പോൾ ഈ കല്യാണം കഴിച്ച ഏത് കാലത്താണ് ഈ ഒരു സിനിമയിലേക്ക് വന്നത്? 95. അപ്പോൾ സിനിമ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ കിങ്ങിൻ്റെ മറ്റേ ഷൂട്ടിങ്ങെല്ലാം കഴിഞ്ഞ് അത് ആ സമയത്താണ് ഞാൻ കല്യാണത്തിൻ്റെ 3 ദിവസം മുമ്പാണ് ഞാൻ നാട്ടിലെത്തുന്നത്. ഷൂട്ടിംഗ് നടക്കായിരുന്നു. ശരി. അപ്പോൾ സിനിമാ നടനായിട്ടാണോ പെണ്ണ് കാണാൻ പോയത്? അതെ അതെ. അന്ന് സീരിയൽ കുറേ ചെയ്തിട്ട് അങ്ങനെ ഗ്ലാമറിൽ തന്നെ ചെന്നത്. അതെ അതെ അല്ലേ? അപ്പോൾ ആ വീട്ടുകാർക്കും പ്രശ്നമൊന്നുമില്ല. ഇല്ല ഇല്ല ഇല്ല. അപ്പോൾ ഇപ്പോൾ 2 മക്കൾ അല്ലേ, പെൺകുട്ടികൾ. എന്ത് ചെയ്യുന്നവരൊക്കെ? മൂത്തോളം ആർക്കിടെക്റ്റാണ്, രണ്ടാമത്തോളം ഇപ്പോൾ BCom കഴിഞ്ഞ് അവിടെ ഇപ്പോൾ മാസ് കമ്മ്യൂണിക്കേഷൻസ് ആ കോഴ്സിന് പഠിക്കാനുള്ള പരിപാടിയാണ്. ശരി. അപ്പോൾ അങ്ങനെ സുഖമായി 550 സിനിമകളും ചെയ്ത് സുഖമായിട്ട് ജീവിക്കുന്നു. ഈ പറഞ്ഞ പോലെയാണ് ഈ നമ്മൾ ഇപ്പോൾ കാണുമ്പോഴത്തേക്കാണ് ഇത് നമ്മുടെ സാധിക്കേണ്ടല്ലേ എന്ന് തോന്നുന്ന രീതിയിൽ എത്രയോ സിനിമകൾ. അതായത് ഞാനിപ്പോൾ അടുത്ത കാലത്ത് സാധിക്കേണ്ട ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞ് ഞാൻ കാണുമ്പോഴാണ് എല്ലാ സിനിമയിലും ഉണ്ട്. അല്ല, എല്ലാ സിനിമയിലും ഉണ്ട്. ശരിക്കും നമ്മൾ കാണുന്ന ഏതെങ്കിലും ഒരു റോളിൽ വന്നു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അല്ലേ, ആ രീതിയിൽ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ നേരത്തെ വെച്ച ചോദ്യം വേറൊരു തരം ചോദിച്ചാൽ ഏറ്റവും മിസ് ചെയ്യുന്ന സംവിധായകൻ ഏതാ? മിസ് ചെയ്ത സംവിധായകർ ഒരുപാട് ആൾക്കാർ. ഒന്ന് എൻ്റെ തുടക്കം മുതലുള്ള എൻ്റെ ഗുരുസ്ഥാനിയായ ഗുരു പവിയേട്ടൻ, പവിയേട്ടൻ്റെ മിസ്സിങ് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുള്ളൊരു സംഭവം. പിന്നെ മിസ് ചെയ്തിട്ടുള്ളത് ജേസി സാറ്. ജേസി സാറിന് ഭയങ്കര മിസ്സിങ് ആയിരുന്നു. മരിച്ചവർ മാത്രമല്ല, ചിലപ്പോൾ സിനിമയിൽ നിന്ന് അകന്ന് നിൽക്കുന്നവരും ഉണ്ടല്ലോ അല്ലേ. ഇപ്പം ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം സിനിമ ചെയ്യാതിരിക്കുന്നത് ലാൽ ജോസ്, ഇപ്പം രാജൻ കാര്യാൽ, പിന്നെ അങ്ങനെയുള്ള ടീമുകൾ മൊത്തം. പക്ഷെ ഷാജിയേട്ടൻ തന്നെ ഇടയ്ക്ക് ഏറ്റവും സിനിമകൾ ഇങ്ങനെ. പിന്നെ വേറൊരു കാര്യം, അതുപോലെ ഇൻ്റർവ്യൂ ഞാൻ കേട്ടത്, ഞാൻ ഒരു കോക്കസിൻ്റെ ആളല്ല. ഇപ്പം മലയാള സിനിമ തിരുവനന്തപുരം, കോഴിക്കോട് കോക്കസ് ഉണ്ടെന്നൊക്കെ പറയുന്നില്ല, എന്നെ എല്ലാവരും വിളിക്കുന്നുണ്ടെന്ന് പറയുന്നത്. അത് ഈ ഒരു ചിരിയും ഈ ഒരു സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ടാണല്ലേ എല്ലാവരുമായിട്ട്. അല്ലാതെ ഇപ്പോൾ ഞാൻ അവിടെ പോയി വെറുപ്പിക്കാനോ അല്ലെങ്കിൽ ഇതാക്കാനോ ഒന്നും ചെയ്യാറൊന്നുമില്ല. അതുപോലെ 25ാമത്തെ അഭിനയത്തിൻ്റെ 25ാം വാർഷികം ആഘോഷിച്ചപ്പോൾ ലാൽ ജോസ് വേദി വെച്ച് പറഞ്ഞു, അതെ സിനിമ എങ്ങനെയാണ് ലൊക്കേഷനിൽ പെരുമാറേണ്ടതെന്നും എങ്ങനെയാണ് മറ്റുള്ളവരോട് അല്ലേ യൂണിറ്റിൽ പെരുമാറണമെന്നൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് സാധിക്കാനോടാണ്. ഇത്രയും സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞൊരു മനുഷ്യനോട് പറഞ്ഞു. ഇപ്പം ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചവർ കാണിക്കുന്ന പരാക്രമങ്ങളും ഒക്കെ കാണുമ്പോഴാണ് നമ്മൾ ശരിക്കും ഇവരൊക്കെ എത്രത്തോളം നല്ല മനസ്സിനുടമകളാണെന്ന് മനസ്സിലാക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വർഷമായിട്ട് നിലനിൽക്കുന്നത്. അപ്പം പിന്നെ ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ബോയ് മുതൽ യൂണിറ്റുകാർ അവരെല്ലാവരെയും നമ്മളെ ഒന്നുമില്ലെങ്കിൽ ഒരു ഗുഡ് മോർണിംഗ് പറയുക, ഒന്ന് ഒരു ഷേക്ക് ചെയ്യുക, ഹാൻഡ് ഷേക്ക് ചെയ്യുക, ഒരു മറ്റേ എന്താ പറയുക, അവരൊന്ന് തോളത്ത് കെട്ടി അവരൊന്ന് ഇതാക്കി നമ്മൾ അങ്ങനെയാണ് നിൽക്കാറ്. അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രൊഡക്ഷനിൽ വിളിച്ചത് മനടാ ഒരു ചായ എന്ന് പറഞ്ഞാൽ അപ്പം കൊണ്ട് തരും. അല്ലാത്തവർക്ക് കിട്ടിയില്ല. അല്ല തീർച്ചയായിട്ടും അത് ചിരിച്ചു കാണിക്കുന്ന പോലെ ഒരു വലിയ അവരൊക്കെ നമ്മൾ വളരെ നമ്മൾ ചേർത്ത് പിടിച്ചിട്ട് തന്നെ കൊണ്ടുപോകാം. കാരവൻ കിട്ടാറില്ല, ഉപയോഗിക്കാറില്ല. കാരവൻ കിട്ടാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നമുക്ക് അതിനകത്ത് ഈ ഒരു സുഖമുള്ള ഒരു സംഭവം. പിന്നെ എല്ലാവരും ഉണ്ട്, കമ്പനി കൂടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വർത്താനം പറഞ്ഞിരിക്കുകയാണെങ്കിലും ഒക്കെ. അപ്പോൾ ഞാനൊരിക്കൽ ഒരു ലൊക്കേഷൻ ചെന്നപ്പോൾ അവിടെ കുട്ടേട്ടൻ, നമ്മുടെ വിജയരാഘവൻ ഇതുപോലെ ഒരു സിമൻറ്റ് കെട്ടി അവിടെ ഇരിപ്പുണ്ട്. ഞാനൊരു കുട്ടേട്ടൻ ക്യാരവനൊന്നുമില്ലേ, ക്യാരവൻ ഇല്ലെങ്കിലും ജീവിക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നങ്ങ് ശീലിച്ചോളാം. അപ്പോൾ എന്തായാലും ഒന്നിട്ട് ക്ലീഷ ചോദ്യം കൂടെ ചോദിക്കാം. ഈ പറഞ്ഞ പോലെ സിനിമയിൽ വന്നു ഇത്രയും വർഷങ്ങളായി, ഒരു പ്രതീക്ഷിച്ച നടൻ, സാധിക്കുന്ന നടനായി എന്ന് സാധിക്കേണ്ട തോന്നുന്നുണ്ടോ? അത് വളരെ ഫ്രാങ്കായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ച ആ ഒരു സംഭവത്തിലേക്ക് എനിക്ക് എത്തിയിട്ടില്ല. ഞാൻ എത്തിയിട്ടില്ല. കാരണം അതിനുള്ള അവസരങ്ങൾ കിട്ടിയില്ല എന്നുള്ളൊരു ഫാക്ടറാണ്. പിന്നെ കിട്ടിയ അവസരങ്ങൾ നമ്മൾ മാക്സിമം നന്നാക്കിയിട്ടുണ്ട് എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. എന്തോ ഇപ്പോൾ ഈ അന്വേഷണം കണ്ടത് ഗംഭീര അഭിപ്രായമാണ്. എല്ലാവരും കണ്ടവരൊക്കെ ഗംഭീരമായിട്ട് എന്നെ അപ്രിഷിയേറ്റ് ചെയ്യുക എല്ലാവരും ഒക്കെ പറഞ്ഞു. പക്ഷെ അതിനുശേഷം അങ്ങനെയുള്ള ഒരു പടങ്ങളിലേക്കുള്ള ഒരു കോളും വരുന്നില്ല. എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും വരും. ഇപ്പൊ ഈ ജഗദീഷിന്റെ ഉദാഹരണമാണ്. അദ്ദേഹത്തിന് ഇപ്പൊ കിട്ടുന്ന ക്യാരക്ടേഴ്സ് എല്ലാം വളരെ വ്യത്യസ്തമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു തലമുറയിലേക്കുള്ള ആൾക്കാരെ അന്വേഷിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ തന്നെയാണല്ലോ ഇനിയുള്ളത്. അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ അന്വേഷിച്ച് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും മനസ്സിൽ ഒരു വളരെ പ്രായമുള്ള ഒരാളായിട്ട് അഭിനയിച്ചു കഴിഞ്ഞു, ബോംബെ മാർച്ച് എന്നുള്ളത് അഭിനയിച്ചു കഴിഞ്ഞു. എങ്കിൽ പോലും അത്തരത്തിലുള്ള ആ പ്രായം വരെയൊക്കെ അഭിനയിക്കാൻ തന്നെയാണോ ഒരു താല്പര്യം? അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രായമില്ലല്ലോ. പക്ഷേ എന്ന് വിചാരിച്ച് അതിനു വേണ്ടി അലഞ്ഞ് അതിൻ്റെ അങ്ങനെ ഒരു താല്പര്യമില്ല. കിട്ടാവുന്നിടത്തോളം നല്ല വേഷങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലുള്ള ആഗ്രഹം. സഹായിച്ച് അങ്ങനെ നടക്കും വിചാരിക്കാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ പക്ഷേ ചാൻസ് അന്വേഷിച്ച് പോകേണ്ട കാര്യം അതൊന്നും ഇല്ലല്ലോ. അങ്ങനത്തെ ഒന്നും ഇല്ല എന്നുള്ളതുകൊണ്ട് അന്വേഷിച്ച് വരുന്ന കഥാപാത്രങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ള മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചു. പിന്നെ ഈ ഇന്റർവ്യൂ മടിയനാണെങ്കിലും മോശമല്ലാത്ത രീതിയിലൊക്കെ സംസാരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും മടിയനല്ല സത്യത്തിൽ. കാരണം എന്താ പറയുക, ഒന്നാമത് ഈ റിപ്പീറ്റേഷൻ വരുന്നു.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഏത് സിനിമയിൽ തുടങ്ങിയത് എല്ലാവർക്കും അറിയാം. അപ്പം അങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് തന്നെ ഇത് ക്ലീഷ് ആയിട്ട് തോന്നുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മളത്. പിന്നെ ഞാൻ പറയും, എനിക്ക് എന്തെങ്കിലും പറയാൻ ഒരു 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 മർമ്മപ്രധാനമായ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു ഡിഫറൻസ്, നമുക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുള്ളൂ. അതില്ലെങ്കിൽ പിന്നെ ഇന്റർവ്യൂ കൊടുക്കണം. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോൾ എല്ലാ സിനിമകളിലും ഏറ്റവും വലിയ പ്രൊമോഷൻ എന്ന് പറയുന്നത് തന്നെ ഈ കുറേ യൂട്യൂബ് ചാനലുകളിൽ ചെന്നിരുന്ന് പറയാന്നുള്ള. അപ്പോൾ ഏറ്റവും ഇപ്പോൾ അന്വേഷിപ്പം കണ്ടെത്തു പോലുള്ള സിനിമ വന്നപ്പോൾ അത് സാധിക്കണം, അത് നേരിട്ട് കാണും അല്ലേ? അതിന് വരണം. എനിക്ക് എന്നെ അതിനകത്ത് അതാണിപ്പോൾ ഒരടി കിട്ടിയത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സസ്പെൻസ് ആണല്ലോ പടത്തിൽ. എന്നെ ആദ്യം കാണിച്ച് എന്നെ ബൂസ്റ്റ് ചെയ്യാൻ പാടില്ല. പടം കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ പെട്ടെന്ന് പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഞാനാണ് എന്ന് സംശയിച്ച് പോകുമെന്ന് പേടിച്ചിട്ട് അതുണ്ടായില്ല. അപ്പോൾ ആ ഒരു ഇന്റർവ്യൂന്നും ഇല്ല, എൻ്റെ പടത്തിൽ പേര് പോലും എൻ്റെ വെച്ചിരുന്നില്ല. ഇങ്ങനെ ഒരു മനുഷ്യന് ഗതികേട് വരും. പോസ്റ്ററൊക്കെ കുറേ തേർഡ് വീക്കിലൊക്കെ ആദ്യമായിട്ട് പോസ്റ്റർ കണ്ടത് ഏതിലായിരുന്നു? പടം കണ്ടത് ഏത് പോസ്റ്ററിലായിരുന്നു? കേട്ടോ, അത് ഉപ്പിന് നല്ല രീതിയിൽ പോസ്റ്റർ ഉണ്ടായിരുന്നു ആണല്ലേ? അപ്പൊ അതിന് മുന്നിൽ പോയി പടമൊക്കെ എടുത്തായിരുന്നു അന്ന്. അയ്യോ, എന്തൊക്കെ അനുഭവങ്ങളുണ്ടാവും ഇത്രയും 550 സിനിമകളുടെ സെറ്റിൽ തന്നെയുള്ള അനുഭവങ്ങൾ എന്തൊക്കെ ഉണ്ടാവും അല്ലേ? അതൊരു ശരിയൊരു പുസ്തകം എഴുതരുതോ? എഴുതാന്നൊക്കെ വിചാരിച്ചു, പിന്നെ ഇങ്ങനെ എഴുതി പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ആണല്ലേ? അതും അങ്ങനെ വിടരുത് കേട്ടോ, അത് തീർച്ചയായിട്ടും എഴുതണം. കാരണം രസികൻ സാധനങ്ങളും പിന്നെ നമ്മളൊരു എന്താ പാദമുദ്ര എന്ന് പറയുന്നത് ശരിക്കും സിനിമകളിലുണ്ടെങ്കിൽ പോലും ഇത് ഒരു പുസ്തക രൂപത്തിൽ വേണം. തീർച്ചയായിട്ടും എഴുതിയിട്ട് എനിക്ക് തന്നെ വായിക്കാൻ പറ്റുള്ളൂ, പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും മഞ്ഞിക്കിടും. ഒരു മയത്തിലൊക്കെ എഴുതി മയത്തിൽ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ഗുമ്മുണ്ടാവില്ല. ഒരു തുറന്നെഴുത്തല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ വണ്ടിയുടെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ വലിയ വണ്ടിപ്രാന്തനൊന്നും അല്ലാത്തതുകൊണ്ട് ഉടനെ ഒന്നും മാറ്റാൻ സാധ്യത കാണുന്നില്ല. 4 വർഷം അല്ലേ? ഇനി അത് ഓടും. ഇനി 4 വർഷം ഉണ്ടാവും. നല്ല രീതിയിൽ പോകുന്നിടത്തോളം പോട്ടെ. അപ്പോൾ അതിനുശേഷം ഒരു BMW ബെൻസ് ഒക്കെ നമ്മളിവിടെ വെച്ച് കണ്ടുകൊണ്ടു. എൻ്റെ വണ്ടിക്കൊന്നും താല്പര്യമില്ല. ഇല്ല അതല്ലേ വേണ്ടത്. അതെ, ശരിയാണ്. അപ്പോൾ എന്തായാലും സന്തോഷം, വളരെ സന്തോഷം. ഓക്കെ, അപ്പോൾ നമുക്കിനി വീണ്ടും ക്ലബിലൊക്കെ വെച്ച് കണ്ടുകൂട്ടാം അല്ലേ? ശരി. ടെന്നീസ് ക്ലബിലല്ലേ? അതെ, ടെന്നീസ് അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ. ശരി, ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ രണ്ടുപേരും ബൈ. ഓക്കെ, ബൈ. താങ്ക് യു.